ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹിം മിനിസ്റ്റേഴ്സ് ഈ പ്രോഗ്രാമിലേക്ക് ഇന്ന് രാവിലെ കാലം നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാവിലെ കാലം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ എടുത്തിരിക്കുന്ന വചനഭാഗം ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളാണ് നമ്മുടെ ശ്രദ്ധ അതിലേക്ക് ഒന്നിരിക്കുക. ധനവാനൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചു കൊണ്ടിരുന്നു. ലാസർ എന്ന പേരുള്ള ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാന് മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്തുനിന്ന് അബ്രഹാമിനെ അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം, പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണം തിന്മയും പ്രാപിച്ചെന്ന് ഓർക്കാം. ഇപ്പോൾ അവനിവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല. അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അതിനവൻ, എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇന്ന് രാവിലെ കാലം എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ ദൈവവചനം സംസാരിക്കാൻ ലൂക്കോസ് 16 അതിൻ്റെ 19 മുതലുള്ള ഭാഗങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ലൂക്കോസ് 16 അതിൻ്റെ 19 മുതലുള്ള ഭാഗങ്ങളിൽ ധനവാനായ ഒരു വ്യക്തിയും ലാസർ എന്ന ദരിദ്രനെ കുറിച്ചൊരു സംഭവ കഥയെക്കുറിച്ച് അവിടെ പറയുന്നു. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും മനുഷ്യൻ, ധനം, നിത്യത എന്നൊരു വിഷയത്തിൻ്റെ കുറിച്ചാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു. ഇന്ന് ഈ എപ്പിസോഡിൽ അതിന് തുടർമാനമായി ഞാൻ സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യൻ ധനത്തെ ഉപയോഗിച്ച് നിത്യതയിലേക്ക് നമുക്ക് നമ്മുടെ നിക്ഷേപങ്ങളെ കൊണ്ടുപോകാൻ ഇടയാകും. ഞാൻ പണ്ട് ഓർക്കുന്നു, ചില മരണ ശുശ്രൂഷയിലൊക്കെ പോകുമ്പോൾ ചിലർ പറയുന്നൊരു കഥയുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ മരിക്കുമ്പോൾ എൻ്റെ 2 കാര്യങ്ങളും ശവപ്പെട്ടിയുടെ പുറത്തിടണം. എല്ലാവരും കാണണം, ഞാൻ ലോകത്തൊന്നും കൊണ്ടുവന്നില്ല, ലോകത്തിൽ നിന്നും കൊണ്ടുപോകുന്നുമില്ല. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഒരു ധനവും, ഞാൻ സ്വരൂപിച്ച എല്ലാ വിജയങ്ങളും, ഞാൻ സ്വരൂപിച്ച എല്ലാ കാര്യവും ഇഹലോകത്തിൽ അത് തീരുന്നു. എനിക്ക് ഇഹലോകത്തിൽ നിന്ന് ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ധനം കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാറ് കൊണ്ടുപോകാൻ പറ്റത്തില്ല, വീട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷേ ഒരു യഥാർത്ഥമായ ഒരു വിശ്വാസം, ഞാൻ നീ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു കഴിയുമ്പോൾ എനിക്ക് ഒരു കാര്യം അറിയാം: ധനവും കാറും വീടും ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷേ ഈ ധനത്തെയും ഈ കാറിനെയും വീടിനെയും ഒക്കെ ഉപയോഗിച്ച് യേശുവിലേക്ക് പലരെയും കൊണ്ടുപോകാൻ, നിത്യതയിലേക്ക് ചിലരെ യേശുവിലേക്ക്, ആ സ്വർഗത്തേക്ക് കൊണ്ടുപോകാൻ എനിക്കും നിനക്കും പറ്റും. അതെങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ ധനത്തെ ഉപയോഗിച്ച്, നമുക്ക് ദൈവം തന്ന സകല കാര്യങ്ങളെ ഉപയോഗിച്ച് യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോൾ നമുക്കും നിത്യതയിൽ ഈ വ്യക്തികളെ കാണുവാൻ കഴിയും. ധനവാനായ ഒരു വ്യക്തിയെക്കുറിച്ച് ബൈബിൾ പറയുന്ന ഇങ്ങനെയാണ്: ഇവന്റെ വീട്ടിന്റെ വാതിൽക്കൽ ലാസർ എന്ന് പറഞ്ഞൊരു വ്യക്തി കിടക്കുക. അവൻ ദരിദ്രനാണ്. എന്നാൽ അവൻ, ലാസർ എന്ന വ്യക്തി അവിടെ കിടക്കുമ്പോൾ അവൻ വ്രണം നിറഞ്ഞ നായ്ക്കൾ പോലും അവന്റെ വ്രണത്തെ നക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ധനവാൻ ഈ ലാസറിനെ തിരിഞ്ഞു നോക്കാൻ തക്കവണ്ണം അവൻ ഇഹലോകത്തിൽ അത്ര തിരക്കുള്ളവനായിരുന്നു. ദൈവമക്കളെ, ദൈവം പലപ്പോഴും നമുക്ക് പല ധനങ്ങളും പല കാര്യങ്ങളും വീടും മക്കളും ഒക്കെ തരുമ്പോൾ നമ്മൾ പലപ്പോഴും ദൈവം തരുന്ന അവസരങ്ങളെ നമ്മൾ ഉപയോഗിക്കാറില്ല. ഇന്ന് രാവിലെ കാലം എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, ദൈവം നമുക്ക് തരുന്ന ധനത്തെ നമുക്ക് ഉപയോഗിച്ച്, ദൈവം നമുക്ക് തരുന്ന വസ്തുവകൾ ഉപയോഗിച്ച്, ദൈവം നമുക്ക് തരുന്ന ഭവനത്തെ ഉപയോഗിച്ച് നമുക്ക് യേശുവിലേക്ക് അനേകരെ നടത്തുവാൻ കഴിയും. ഞാൻ ഓർക്കുന്നു, വർഷങ്ങൾ മുമ്പ് ദൈവം വളരെയധികമായി കടഭാരത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തെ രക്ഷിക്കുവാനിടയായി. പക്ഷെ അന്ന് നമ്മളെടുത്തൊരു തീരുമാനമുണ്ട്: കടഭാരത്തിൽ ദൈവം വിടുവിച്ചെങ്കിൽ യേശുവിനെ പാരമ്പര്യത്തിൽ നിന്നൊക്കെ വിട്ട യേശുവിനെ അറിയുവാൻ ദൈവം ഇടയാക്കിയെങ്കിൽ, ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം, അങ്ങനെയാണെങ്കിൽ എന്നെ പോലെ അനേകർ വിഷമിച്ച വേദനിച്ചിരിക്കുമ്പോൾ അവർക്കും യേശു എന്ന സത്യത്തെക്കുറിച്ച്, യേശു എന്ന രക്ഷിതാവിനെ, കർത്താവിനെ കുറിച്ച് പറയുവാൻ ഞാൻ വിചാരിച്ചു. ഞാനും എൻ്റെ താലന്തുകൾ, എൻ്റെ അവസരങ്ങൾ, എൻ്റെ ജീവിതത്തിലെ പലതിനെ ഞാൻ ഉപയോഗിക്കാൻ ഇടയാകും. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോരുത്തരോട് ഞാൻ പറയട്ടെ, നമുക്ക് ദൈവം തരുന്ന പലതും നിത്യത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകാൻ നമ്മൾ ഉപയോഗിക്കണം. ധനവാനായ ഒരു വ്യക്തി അവന്റെ ധനത്തിൽ അവൻ മുഴുകി, ധനം കൊണ്ട് ഇഹലോകത്തിൽ പല കെട്ടിടങ്ങൾ പണിയാം, പല കാര്യങ്ങൾ വാങ്ങിക്കാം, കാറ് വാങ്ങിക്കാം, വീട് വാങ്ങിക്കാം, എസ്റ്റേറ്റ് വാങ്ങിക്കാം, അതൊക്കെ വിചാരിച്ചു. പക്ഷേ വീട്ടിന്റെ മുറ്റത്ത് വാതിൽക്കൽ ലാസർ എന്ന വ്യക്തി കിടക്കുന്നത് പോലും അവൻ ഓർക്കുന്നില്ല. അവൻ മൈൻഡ് ചെയ്യാൻ പോലും തിരക്കുള്ളവനാണ്.
ദൈവമക്കളെ, ദൈവം നമുക്ക് തരുന്ന ഒരു അവസരമാണ് നമുക്ക് മറ്റുള്ളവരെ യേശുവിനെ കുറിച്ച് പറയുവാൻ തരുന്ന അവസരങ്ങൾ. ഞാൻ വിശ്വസിക്കുന്ന കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഇന്ന് ഉള്ള പല കാര്യങ്ങളും ദൈവം തന്നിട്ടുള്ളതാണ്. നിങ്ങളുടെ മക്കളായിക്കോട്ടെ, വീടായിക്കോട്ടെ, ധനമായിക്കോട്ടെ, കാറായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. പക്ഷെ അതെല്ലാം ദൈവം തന്നിട്ടല്ലാതെ നമുക്കില്ല. പക്ഷെ ദൈവം തന്ന കാര്യം നമുക്ക് മാത്രം സൂഹിക്കാനല്ല. നമുക്കൊരു കാറ് തന്നെങ്കിൽ, ഞാൻ പറയട്ടെ, നമ്മുടെ അടുത്തുള്ള വ്യക്തി ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ അദ്ദേഹത്തിന് ബസ് കയറിയാൽ പോട്ടെ, അല്ല അദ്ദേഹത്തിന് നടന്നാ പോണ്ടെങ്കിൽ അദ്ദേഹത്തെ ആ കാറിൽ കയറ്റി യേശുവിനെ കുറിച്ച് കേൾപ്പിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോകാൻ ദൈവം ഈ കാറ് തന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ദൈവം നമുക്ക് എന്ത് തന്നാലും അത് നിത്യതയിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകാൻ നമ്മൾ ഉപയോഗിക്കണം. ആമേൻ. ഒരാളെ കിട്ടിയാൽ യേശുവിനെ കുറിച്ച് പറവാൻ നമ്മൾ അവസരം ഉപയോഗിക്കണം. ധനവാനായ വ്യക്തി തന്റെ തിരക്കിൽ ലാസർ എന്ന് പറഞ്ഞ ആ ദരിദ്രൻ അവിടെ കിടക്കുന്ന കാര്യമാണ് ഓർക്കാൻ നോക്കാൻ സമയമില്ലാതെ പോയി. പക്ഷെ നമ്മൾ അങ്ങനെ ആകരുത്. കാരണം അവന് ലാസർ എന്ന വ്യക്തിയെ അവൻ നോക്കാൻ അല്ലെങ്കിൽ അങ്ങോട്ട് പോവാൻ അവന് സമയമില്ലാതെ പോയത് അവന് നിത്യതയെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ടാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്കൽ ഒരു വ്യക്തി വരുവാനിടയായി. ഈ വ്യക്തി എന്നോട് പറഞ്ഞത്, ബ്രദറെ, യേശു എന്ന് പറഞ്ഞ കാര്യമൊക്കെ അതൊക്കെ സത്യമാണ്, എനിക്കറിയാം, ഞാൻ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം ഒക്കെ എനിക്കറിയാം. പക്ഷേ എൻ്റെ ഇഹലോകത്തിലെ പല കാര്യങ്ങളും എനിക്ക് വേണം. അതുകൊണ്ട് ഇപ്പം തൽക്കാലം യേശുവിനൊക്കെ ഞാൻ മാറ്റി വെച്ചേക്കും. എനിക്കിപ്പോൾ ആവശ്യം കുറേ ധനം ആവശ്യമുണ്ട്, ചില ആൾക്കാരുടെ പ്രീതി ആവശ്യമുണ്ട്. എന്നാലല്ലേ എൻ്റെ ജീവിത കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ. മക്കളെ, ആമേൻ. ധനവാൻ ഇഹലോകത്തിൽ അവനെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പറയും, ആമേൻ, ഈ ലാസറായിരുന്നു ബുദ്ധിമാൻ. കാരണം അവനറിയാം, ഇഹലോകത്തിൽ സകല നേരം വേദന അനുഭവിച്ചാലും ഒരു കണ്ണുനീരില്ലാത്ത, വേദനയില്ലാത്ത, എന്നും സന്തോഷമുള്ള, എന്നും ധനമുള്ള ഒരു ദേശത്തേക്ക് അവൻ പ്രവേശിക്കുക. അതാ യേശുവിൻ്റെ കൂടെയുള്ള സ്വർഗത്തിലുള്ള വാസം. ഈ ലോകത്തിൽ 70 80 വർഷം എനിക്ക് ഇച്ചിരി വേദന അനുഭവിച്ചാലും ശരി, വരുന്ന നിത്യതയിലേക്ക് എനിക്ക് വലിയ ധനം കൊണ്ടുപോകാൻ പറ്റും. അതിലുപരി എന്നെ യേശു തൊട്ടെന്നുള്ള വിവരം 10 പേരോട് പറഞ്ഞാൽ എനിക്ക് അവരെയും യേശുവിലേക്ക് സ്വർഗത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. അവിടെയാണ് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കേണ്ടത്. ലൂക്കോസ് 16 തന്നെ യേശു പറഞ്ഞു, ലോകത്തിന്റെ മക്കൾ വെളിച്ച മക്കളെക്കാൾ ബുദ്ധിയുള്ളവരാ. കാരണം ലോകത്തിന്റെ മക്കൾക്കൊക്കെ അറിയാം അവരുടെ ധനം ഉപയോഗിച്ച് പല കാര്യം, ലോകത്തിലെ പല കാര്യം നേടാൻ. പക്ഷെ വെളിച്ച മക്കൾക്ക് അറിയത്തില്ല, യേശുവിന്റെ മക്കൾക്ക് അറിയത്തില്ല, ഈ ധനത്തെ ഉപയോഗിച്ച് അനേകരെ യേശുവിലേക്ക് കൊണ്ടുപോകണം. നിത്യതയിലേക്ക് ആൾക്കാരെ, സ്വർഗത്തേക്ക് ആൾക്കാരെ കൊണ്ടുപോകണം. 70 വർഷം മാത്രമാ നമ്മളോട് ജീവിക്കുന്നത്, അല്ലെ 80 വർഷം, അല്ലെങ്കിൽ 100 വർഷം. പക്ഷെ അത് കഴിഞ്ഞ് നിത്യതയിൽ പ്രവേശിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം അറിയാം, ഈ 100 വർഷം ഒന്നുമല്ലാതെ പോകും. കാരണം നിത്യത 100 വർഷമല്ല, 1000 വർഷമല്ല. ദൈവത്തിന്റെ വചനം പറയും, ദൈവത്തിന് ആദ്യവുമില്ല അവസാനവുമില്ല, എന്നേക്കും യേശുവിന്റെ കൂടെ വസിക്കുന്ന ഒരു കാലമാണ്. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നു എൻ്റെ വിവാഹ ദിവസം, ആ ദിവസത്തേക്ക് ഞാൻ വളരെ അധികം ഒരുങ്ങി. എൻ്റെ സൂട്ട് വാങ്ങിച്ചു, പല കാര്യങ്ങൾ എൻ്റെ ക്രമീകരണം ചെയ്തു. എൻ്റെ കാർ വേണം, വീട് അലങ്കരിക്കണം, പല കാര്യങ്ങളും ഞാൻ ചെയ്തു. ഈ 2 മണിക്കൂറത്തേക്ക് വേണ്ടി ഞാൻ ഒരുപാട് അധ്വാനിച്ചു, ഒരുപാട് കാര്യം ചെയ്തു. പക്ഷേ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വാങ്ങിച്ച സൂട്ടും വാങ്ങിച്ച എല്ലാ കാര്യങ്ങളും അവിടെ പൊടി പിടിച്ച് കിടക്കുക. 2 മണിക്കൂറത്തേക്ക് വേണ്ടി മാത്രം ഞാൻ ഒരുപാട് അധ്വാനിച്ചു, ഒരുപാട് ദിവസം പല കാര്യങ്ങൾ, പല ക്രമീകരണങ്ങൾക്കും പോയി. ഈ 2 മണിക്കൂറത്തേക്ക് ഞാൻ ഒരുപാട് അധ്വാനിച്ചു. പക്ഷെ ഇന്ന് ആ കോട്ട് നോക്കുമ്പോൾ അത് പൊടി പിടിച്ചിരിക്കുക. പക്ഷെ ദൈവമക്കളെ, യേശുവായിട്ടുള്ള വാസം 2 മണിക്കൂറല്ല, 2 ദിവസമല്ല, 2 മാസമല്ല, 2 വർഷമല്ല, അത് നിത്യത മുഴുവനാണ്. 2 മണിക്കൂറത്തേക്ക് നമ്മൾ ഇത്ര ഒരുങ്ങുന്ന, നമ്മുടെ വിവാഹ ദിവസം നമ്മൾ ഇത്ര ഒരുങ്ങുന്നെങ്കിൽ യേശുവായിട്ടുള്ള ആ ദിവസത്തേക്ക്, അല്ല യേശുവായിട്ടുള്ള വാസത്തിലേക്ക് നമ്മൾ എത്ര അധികം ഒരുങ്ങണം. നിങ്ങൾ വളരെയധികം വേദനിച്ചിരിക്കുക, നിങ്ങളുടെ മക്കളുടെ കാര്യം, നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ കടഭാരം മാറുന്നത്. ഞാൻ ഉറപ്പിച്ച് പറയട്ടെ, നിങ്ങൾ യേശുവായിട്ടുള്ള നിത്യത നിങ്ങൾ ആദ്യം ഉറപ്പിച്ച ദൈവം നിങ്ങളുടെ ഇഹലോകത്തിലെ എല്ലാ കാര്യവും കർത്താവ് ചെയ്തു തരും. ദൈവം അതിനുള്ള വാഗ്ദത്ത റോമർ 8:32 പറയുന്നത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നിങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചെന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? സകലവും തരും. ഉറപ്പായിട്ട് നിങ്ങളുടെ കാര്യം നടക്കും. പക്ഷെ അതിലുപരി ദൈവം തരുന്ന അവസരങ്ങൾ നിങ്ങൾ മുതലാക്കണം. കാരണം ഇഹലോകത്തിൽ വലിയ കാറും വീടും കിട്ടിയിട്ട് അർത്ഥമില്ല. നിത്യത നഷ്ടപ്പെട്ടാൽ പിന്നെ ഈ കിട്ടിയതിലൊന്നും ഒരർത്ഥമില്ല.
ഞാൻ പ്രാർത്ഥിച്ച ഒരുപാട് പേരുടെ മുഴകൾ മാറിയാലും രോഗികൾ സൗഖ്യമായാലും നിങ്ങൾ സ്വർഗത്തിലെത്തിയില്ലെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ യേശുവിനോട് വസിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ യേശുവിനോട് സ്വർഗത്തിൽ വസിക്കുന്നില്ലെങ്കിൽ, ഈ കിട്ടിയ പ്രയറിന്റെ ഉത്തരങ്ങളെല്ലാം വെറുതെ ഇപ്പോൾ അവിടെ വെച്ച്. അല്ല, കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവിനെ ഓർപ്പിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ. ആമേൻ. നമ്മൾ ഇന്ന് പല വേദനയിൽ കൂടെ പോകുന്നു, പല കണ്ണുനീരിന്റെ അവസ്ഥയിലൂടെ പോകുന്നു. 5 വർഷം മുമ്പേ നമ്മൾ വീണ്ടും വേറൊരു വേദനയിൽ കൂടെ നമ്മൾ 5 വർഷം മുമ്പ് പോയി. ഇന്ന് ഈ 2015 തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഈ 2010 ഞാൻ ഏത് വേദനയിൽ കൂടെ പോയെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ 2005 നിങ്ങൾ ഏത് വേദനയിൽ കൂടെ, 10 വർഷം നിങ്ങൾ ഏത് പ്രശ്നത്തിൽ കൂടെ പോയെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ പറയട്ടെ, നിങ്ങൾ കുറേ നേരം ആലോചിച്ചാൽ ചിലപ്പോൾ അത് കിട്ടത്തുള്ളൂ, ചിലപ്പം കിട്ടത്തുപോലുമില്ല. 10 വർഷം മുമ്പ് അല്ലെ 5 വർഷം മുമ്പ് ഏത് വേദനയിൽ കൂടെ പോയാൽ ചോദിക്കുമ്പോൾ പെട്ടെന്ന് പറയാൻ നമുക്കില്ല. ഞാൻ പറയട്ടെ, ഇന്ന് നിങ്ങളായിരിക്കുന്ന ഈ പ്രശ്നവും മാറിപ്പോകും. 2020 എത്തുമ്പോൾ 2015 വേദന നിങ്ങൾ മറക്കും. ഞാൻ പറയട്ടെ, നിത്യതയിലെത്തുമ്പോൾ നിങ്ങൾ ഈ വേദന ഒന്നുമല്ല. പക്ഷെ അവിടെ നഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്നും ഓർക്കും, എനിക്ക് എത്ര അവസരങ്ങൾ യേശുവിനെ കുറിച്ച് പറയുവാനും യേശുവിനെ അറിയുവാനും ജലത്തിൽ മുങ്ങി സ്നാനപ്പെടുവാനും സുവിശേഷം കേൾക്കുവാനും TV-യിലൂടെ വന്നതും ഒക്കെ ഞാൻ നഷ്ടപ്പെടുത്തി. നിങ്ങളെന്നും ഓർക്കും. പക്ഷെ ദൈവമക്കളെ, എൻ്റെ ആഗ്രഹം എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ആമേൻ യേശുവിൻ്റെ കൂടെ നിത്യത ചെലവഴിക്കണം. ധനവാന് ധനമുണ്ട്, പക്ഷെ ബുദ്ധിയില്ല. കാരണം ആമേൻ അവൻ്റെ ധനമല്ല ഇഹലോകത്തിന് വേണ്ടി മാത്രം. പക്ഷെ ലാസർ എന്ന ദരിദ്രൻ, അവൻ ദരിദ്രനായിരുന്നെങ്കിലും അവൻ ബുദ്ധിയുള്ളവനായി അവൻ്റെ നിത്യത അവൻ സ്വരൂപിച്ചു. ഇനി നിത്യതയിലേക്ക് രണ്ടുപേരും പ്രവേശിച്ചു. ധനവാനും പ്രവേശിച്ചു, ലാസറും പ്രവേശിച്ചു. ലാസർ അബ്രാമിന്റെ മടിയിൽ ചെന്നു, സ്വർഗത്തേക്ക് ചെന്നു. ആമേൻ ധനവാൻ യാതനാ സ്ഥലം നരകത്തിലേക്കും പ്രവേശിച്ചു. എന്നെ കേൾക്കുന്ന പലരും ചോദിക്കുന്നൊരു ചോദ്യം, ബ്രദറെ, ഈ സ്വർഗവും നരകവും ഒക്കെ ഉണ്ടെന്ന് എങ്ങനെ അറിയാം? അവിടെ പോയ വല്ലവരും തിരിച്ചു വന്ന് പറഞ്ഞിട്ടുണ്ടോ സ്വർഗവും നരകവും ഉണ്ടെന്ന്? പലരും സ്വർഗത്തിൽ പോയ പലരും, അല്ലെങ്കിൽ നരകം കണ്ട പലരും സ്വപ്നത്തിലോ അല്ലെങ്കിൽ അവർ എടുക്കപ്പെട്ട ആത്മാവിൽ അവർ സ്വർഗ നരകം കണ്ട പലരും ഉണ്ട്. പക്ഷേ പലരും പല കഥ പറയുമ്പോഴും ലൂക്കോസ് 16 അതിന്റെ 19 മുതൽ ഈ സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഈ നരകത്തിൽ എങ്ങനെയാണ് സ്വർഗത്തിൽ എങ്ങനെയാണെന്നും വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ദൈവവചനം നമ്മളെ ലൂക്കോസ് 16 അതിന്റെ 25 മുതലുള്ള വാക്യങ്ങളിൽ അബ്രഹാം ധനവാന് പറയുന്നൊരു മറുപടി ഉണ്ട്. ധനവാന്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു, ഈ ലാസറിന്റെ വിരൽ ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കി, ഒരു വിരലൊന്ന് മുക്കി എൻ്റെ തൊണ്ടയിൽ ഒന്ന് നനയ്ക്കാത്തക്കാണ് ഒരു തുള്ളി വെള്ളം ഒന്ന് ഒഴിക്കാമോ? കാരണം വളരെ ചൂടാണ് ഇവിടെ. അപ്പൊ അബ്രഹാം പിതാവിനോട് ധനവാൻ ചോദിക്കുക, ഒരു തുള്ളി വെള്ളം ലാസറിന്റെ കയ്യിൽ നിന്ന് ഒന്ന് എൻ്റെ വായിലൊന്ന് മുക്കി തരാമോ എന്ന് ചോദിക്കുമ്പോൾ അബ്രഹാം പറയുന്ന ഒരു ഉത്തരം ഇങ്ങനെയാണ്. ലൂക്കോസ് 16 അതിൽ 25 വാക്യം. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർ കഴിവില്ല, അവിടെ ഞങ്ങളുടെ അടുക്കൽ കടന്നു വരാനും പാടില്ല എന്ന് പറഞ്ഞു. ധനവാന്റെ ചോദ്യം, ഒന്ന് ലാസറിന്റെ വിരൽ വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ നനയ്ക്കാൻ എന്ന് പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അബ്രഹാം പറഞ്ഞ മറുപടി എന്നെ വളരെ ചിന്തിപ്പിച്ചു. കാരണം അബ്രഹാം പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ വലിയൊരു പിളർപ്പുണ്ട്. അവിടുന്ന് ആർക്കും ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല, ഇവിടുന്ന് ആർക്കും അങ്ങോട്ട് പോകാനും പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം ഞാൻ വിശ്വസിക്കുന്നു, ധനവാൻ അബ്രഹാമിനോട് ഒരു കാര്യം ചോദിക്കണമെങ്കിൽ നരകത്തിൽ കിടക്കുന്ന ധനവാൻ സ്വർഗത്തിലിരിക്കുന്ന അബ്രഹാമിനോട് ചോദിക്കുന്നത് ലാസറിന്റെ പേരിൽ നമുക്ക് തരാൻ ചോദിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു നരകത്തിൽ നിന്ന് സ്വർഗം കാണാൻ പറ്റും, സ്വർഗത്തിൽ ഇരിക്കുന്നവർക്കും നരകം കാണാൻ പറ്റും. ഇഹലോകത്തിൽ ലാസർ വാതിൽക്കൽ ദരിദ്രനായി കിടക്കുവാണ്. അന്നേരം ധനവാൻ പുച്ഛിച്ചുവാണ് അവനെ. പക്ഷെ ഇന്ന് ലാസർ ഏറ്റവും വലിയ മഹാസന്തോഷം, യജമാനന്റെ സന്തോഷത്തിൽ പ്രവേശിച്ചു. ഇന്ന് ലാസർ കണ്ണുനീരും വേദനയും ഇല്ലാത്തൊരു നാട്ടിൽ നിൽക്കുമ്പോൾ ധനവാൻ പല്ല് കടിച്ചു കാണും. ധനവാന്റെ വേദന, ഇവൻ ഇഹലോകത്തിൽ ദരിദ്രനായിരുന്നെങ്കിലും ഇവൻ എൻ്റെ ഇഹലോകത്തിലെ ധനത്തെക്കാൾ ഇന്ന് ഇവന്റെ റോഡ്, ഇവന്റെ തെരുവുകൾ, സ്വർഗത്തിലെ തെരുവുകൾ പോലും സ്വർണ്ണമാണ്. എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എല്ലാ പൈസയും കൂട്ടിയാൽ പോലും എൻ്റെ വീട്ടിൻ്റെ വാതിൽക്കളുടെ ഡോർ വരെ എനിക്ക് സ്വർണ്ണം ഇടാൻ പറ്റത്തില്ല. പക്ഷെ സ്വർഗത്തിൻ്റെ തെരുവുകളിൽ വരെ സ്വർണ്ണമാണ്. ധനവാൻ പല്ല് കടിച്ചു കാണും, എന്തുകൊണ്ടേ എനിക്ക് ഈ ബുദ്ധി അന്ന് തോന്നിയില്ല. ഏറ്റവും വലിയ യാതന സ്വർഗത്തിൽ ഇവരെല്ലാം ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് തീരുമാനം അന്ന് തോന്നിയില്ല,
എന്തുകൊണ്ട് ഞാൻ എൻ്റെ ധനത്തിന് അന്ന് പിടിച്ചു, എന്തുകൊണ്ട് എൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ പിടിച്ചു, എന്തുകൊണ്ട് എൻ്റെ ഇഹലോകത്തിൽ സ്റ്റാറ്റസിൽ വിദ്യാഭ്യാസം ഞാൻ പിടിച്ചു, എന്തുകൊണ്ട് ഞാൻ യേശുവിനെ അന്ന് സ്വീകരിച്ചില്ല. ദൈവമക്കളെ, സ്വർഗത്തിൽ നിന്ന് നരകം കാണാം, നരകത്തിൽ നിന്ന് സ്വർഗം കാണാമെന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഇനി ഒരു ചോദ്യം ഇവിടെ വന്നു, ലാസറിനെ എൻ്റെ അടുക്കിലേക്ക് ഒന്ന് അയക്കാം. ഈ സ്വർഗത്തിൽ ഇരിക്കുന്ന ലാസറിനെ നരകത്തിലുള്ള ധനവാന്റെ അടുക്കൽ അയക്കാൻ ധനവാൻ ഒന്ന് അപേക്ഷിക്കുക. അബ്രഹാമിന്റെ മറുപടി, ഇവിടെ നിന്നുള്ള ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, അവിടെ നിന്നുള്ള ആർക്കും ഇങ്ങോട്ട് വരാനും പറ്റത്തില്ല. ഞാൻ പറയട്ടെ, പലപ്പോഴും നമ്മൾ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്തത്, അല്ലെങ്കിൽ ജലത്തിൽ മുങ്ങി സ്നാനപ്പെടാത്തത്, അല്ലെങ്കിൽ ദൈവത്തെ സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കാത്ത ഒറ്റ കാര്യമാണ്. ഇതൊന്നും ആരാധിച്ചില്ല, ഇതൊന്നും ചെയ്തില്ലെങ്കിലും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ആൾക്കാർ എന്നെ പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ കയറ്റും. ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു, ഒരാൾ നരകത്തിൽ ചെന്നാൽ അയാളെ സ്വർഗത്തിൽ പിന്നെ കയറ്റാൻ പറ്റത്തില്ല, ഒരാൾ സ്വർഗത്തിൽ ചെന്നാൽ അയാൾക്ക് പിന്നെ നരകത്തിലേക്കും പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ എന്ന് മരിച്ചതിന് ശേഷമല്ല തീരുമാനിക്കുന്നത്, ഈഹ ലോകത്തിൽ വെച്ച തീരുമാനിക്കുന്നത്. ആ തീരുമാനം യേശുവിനെ ഞാനും നിങ്ങളും കൈക്കൊള്ളുന്ന മുഖാന്തരമാണ്. ഇവിടുന്ന് ആർക്കും പ്രാർത്ഥിച്ച് നരകത്തിൽ കിടക്കുന്ന വ്യക്തിയെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പലപ്പോഴും ധനവാൻ ചോദിച്ച ചോദ്യം, ആ ലാസറിനെ ഇങ്ങോട്ടൊന്ന് വിടും. അബ്രഹാം പറഞ്ഞു, വലിയ പിളർപ്പുണ്ട്, അവിടുന്നുള്ള ആർക്കും ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല, ഇവിടുന്നുള്ള ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. വളരെ ശ്രദ്ധിക്കണം, തീരുമാനം മരിച്ചതിന് ശേഷമല്ല, തീരുമാനം ഈഹ ലോകത്തിലാണ്. ഹല്ലേലൂയ. നമ്മളെ ആർക്കും പ്രാർത്ഥിച്ച സ്വർഗത്തിലോ നരകത്തിലോ കയറ്റാൻ പറ്റത്തില്ല. ബൈബിൾ അത് വ്യക്തമായി പഠിപ്പിക്കുന്നു. ആമേൻ. രണ്ടാമത്തെ കാര്യം ധനവാൻ ചോദിച്ച, ആ വിരലൊന്ന് മുക്കി എൻ്റെ നാവിൽ ഒന്ന് വെച്ചതാ. ആമേൻ. അതിൻ്റെ അർത്ഥം നരകത്തിലും ഈ വ്യക്തിക്ക് നാവുണ്ട്, സ്വർഗത്തിലും ലാസറിന് കൈയുണ്ട്, വിരലുണ്ട്. ആമേൻ. അവർ ആത്മാവെങ്കിലും അവർക്ക് വിരലുണ്ട്, നാവുണ്ട്. ദൈവമക്കളെ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നു, നിന്റെ കൈ നിനക്ക് പാപം ചെയ്യാൻ വരുത്തുന്നെങ്കിൽ, പാപം ചെയ്യാൻ അല്ലെങ്കിൽ ഇടർച്ച വരുത്താൻ വരുത്തുന്നെങ്കിൽ ആ കൈയിനെ വെട്ടിക്കള. മുഴു ശരീരത്തോടെ നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒരു അവയവം കുറഞ്ഞ ഈഹ ലോകത്തിൽ ജീവിക്കുന്നത് നിനക്ക് പ്രയോജനം. അർത്ഥം, മുഴു ശരീരത്തോടെ ആയിരിക്കും നമ്മൾ നരകത്തിലും മുഴു ശരീരത്തോടെ ആയിരിക്കും സ്വർഗത്തിൽ പോകുന്നത്. ഇന്നെന്നെ കേൾക്കുന്ന വേദനിക്കുന്ന രോഗികളായിട്ടുള്ളവർ ഞാൻ പറയട്ടെ, ഒരു രോഗമില്ലാത്ത സ്ഥലത്തേക്കായിരിക്കും പ്രവേശിക്കുന്നത്. പക്ഷെ യേശുവിനെ സ്വീകരിച്ചാൽ സ്വർഗത്തിൽ വേദനയില്ലാത്ത കണ്ണുനീരില്ലാത്ത ദേശത്ത് പ്രവേശിക്കും. പക്ഷെ നമ്മൾ യേശുവിനെ സ്വീകരിച്ചില്ലെങ്കിൽ ഒരു യാതനാ സ്ഥലം നരകത്തിയിലേക്ക് പോകും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ബുദ്ധിയോടെ വേണം, ജ്ഞാനത്തോടെ വേണം, വിവേകത്തോടെ വേണം നമ്മൾ ജീവിക്കുവാൻ. ഇനി അവസാനം അബ്രഹാം ഈ ധനവാന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതിരിക്കുമ്പോൾ ധനവാൻ ചോദിച്ച ഒറ്റ കാര്യം, എനിക്കറിയാം സ്വർഗത്തിലുള്ള ആർക്കും നരകത്തിൽ വരാൻ പറ്റത്തില്ല, നരകത്തിലുള്ള ആർക്കും സ്വർഗത്തിൽ വരാൻ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യാം അബ്രഹാമേ, എൻ്റെ വീട്ടിലേക്ക് ലാസറിനെ ഒന്ന് അയക്കാമോ? എൻ്റെ വീട്ടിൽ കുറേ പേരുണ്ട്, അവർക്കിന്നും യേശുവിനെ അറിയത്തില്ല, അവർക്കിന്നും അറിയത്തില്ല സ്വർഗവും നരകവും ഉണ്ടെന്ന്, അവർക്കറിയത്തില്ല അവൻ മരിച്ചു കഴിഞ്ഞാൽ ഈ നിത്യതയിലേക്ക് പ്രവേശിക്കും. അവരിലേക്ക് ഈ ലാസർ ഒന്ന് അയച്ചു പറയാമോ, ഇങ്ങനെ ഈ സ്ഥലത്തോട്ട്, ഈ യാതനാ സ്ഥലത്തോട്ട് വരരുത്, കാരണം ഇവിടെ വേദനയാ, പല്ലുകടിയ, ചാകാത്ത പുഴുവുണ്ട്, കെടാത്ത തീയുണ്ട്, അവരിങ്ങോട്ട് വരരുത്, ഒന്ന് വിളിച്ചു പറയാമോ? ഈ ലാസർ ഒന്ന് പോയി അവരോട് സത്യം പറയാമോ? അബ്രഹാമിന്റെ മറുപടി, അവിടെ അവരോട് സുവിശേഷം പറയാൻ മോശയും പ്രവാചകന്മാരും ഉണ്ട്, അവർ അവനോട് പറയും. ഇല്ല, ധനവാൻ പറയോ, ഇല്ല, ഇവൻ മരിച്ചുപോയി എഴുന്നേറ്റ് പറഞ്ഞാൽ അവരെല്ലാം വിശ്വസിക്കും. അബ്രഹാമിന്റെ മറുപടി, എഴുതപ്പെട്ട വചനം മോശയും പ്രവാചകന്മാരും പറയുമ്പോൾ അത് അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലെങ്കിൽ മരിച്ച ഒരാൾ ഉയർത്തെഴുന്നേറ്റ് ചെന്നാലും അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ദൈവമക്കളെ, ഇന്ന് രാവിലെ കാലം അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടല്ല യേശുവിൽ വിശ്വസിക്കേണ്ടത്. ഈ ബൈബിൾ സത്യവേദ പുസ്തകമാണ്, ഇത് സത്യമാണ്, ഇത് ഉറപ്പുള്ളതാണ്, നിത്യതയിൽ സ്ഥാപിക്കപ്പെട്ട വചനമാണിത്. ദൈവവചനം പറയുന്നു. ഈ എഴുതപ്പെട്ട വചനം വിശ്വസിക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ മരിച്ചൻ ഒരാൾ ഉയർത്തെഴുന്നേറ്റ് ചെന്നാലും അവർ വിശ്വസിക്കത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം വായിക്കുമ്പോൾ നിക്കോദിമോസ് യേശുവിനോട് ചോദിച്ചു, നീ ചെയ്യുന്ന അത്ഭുതങ്ങൾ ഇന്നവരാരും കണ്ടിട്ടില്ല, ദൈവം നിന്റെ കൂടെ ഇല്ലാതെ നീ അത്ഭുതം ചെയ്യാൻ കഴിയത്തില്ല. യേശു നിക്കോദിമോസിനോട് പറഞ്ഞു, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ നീ സ്വർഗരാജ്യം കാണുകയില്ല.
വീണ്ടും ജനിക്കാൻ സ്വർഗരാജ്യം കാണുകയില്ല. ജലത്താലും ആത്മാവലാലും ജനിക്കാൻ ഈ സ്വർഗരാജ്യത്തിൽ കാണത്തുപോലുമില്ല. ആമേൻ. എന്നാൽ യേശു വീണ്ടും ജനിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ യേശു ഇങ്ങനെ പറഞ്ഞു, ഭൂമിയിലുള്ളത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ സ്വർഗത്തിലുള്ളത് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? എഴുതപ്പെട്ട വചനം വിശ്വസിക്കാൻ പറ്റത്തില്ലെങ്കിൽ മരിച്ചൊരാൾ ഉയർത്തെഴുന്നേറ്റ് വന്നാൽ എങ്ങനെ വിശ്വസിക്കും? ദൈവമക്കളെ, ഇന്ന് രാവിലെ കാലം നമ്മുടെ മുമ്പിൽ തെരഞ്ഞെടുപ്പുണ്ട്. യേശുവിനെ നമുക്ക് വേണോ വേണ്ടയോ? നമ്മുടെ ഇഹലോകത്തിലെ ധനവും അല്ലെങ്കിൽ തിരക്കുകളും ഒക്കെ വിട്ട് യേശുവിനെ സത്യദൈവമായി സ്വീകരിക്കാൻ ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ ഉണ്ട്. ആ യാതനാ സ്ഥലത്ത് ധനവാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഈ ലാസർ ഒന്ന് പോയി പറ, എൻ്റെ ബന്ധുക്കളും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ യേശുവിൽ വിശ്വസിക്കട്ടെ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ കാര്യം ഒന്നും കൂടെ ഞാൻ ആവർത്തിച്ചോട്ടെ. നമ്മൾ പലപ്പോഴും യേശുവിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും യേശുവിനെ സ്വീകരിക്കാൻ, യേശുവിനെ സന്ദർശിച്ചായ കർത്താവ് സ്വീകരിക്കാൻ വരുമ്പോൾ എല്ലാവരും പറയും, ബ്രദറെ യേശുവിനെയൊക്കെ സ്വീകരിച്ചാൽ എൻ്റെ അപ്പച്ചനും എൻ്റെ അമ്മച്ചിയും എൻ്റെ അച്ചാച്ചന്മാരും ഒക്കെ നരകത്തിലുണ്ട്. അവരുടെ കൂട്ടിന് വേണ്ടിയാണ് ഞാൻ പിന്നെ സ്വർഗത്തിൽ പോകുന്നത്. അവർക്ക് കൂട്ട് വേണ്ട, അതുകൊണ്ടാണ് ഞാൻ നരകത്തിൽ പോകുന്നത്. പക്ഷെ ദൈവമക്കളെ, നമ്മുടെ അച്ചാച്ചന്മാരും നമ്മുടെ അപ്പച്ചന്മാരും നരകത്തിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ആരും ഇങ്ങോട്ട് വരരുത്. ഇത് യാതനാ സ്ഥലമാണ്, ഇത് വേദനിക്കുന്ന സ്ഥലമാണ്. ഈ ലോകത്തിൽ എത്ര ധനമുണ്ടെങ്കിലും ഒരു ദിവസം നീ മരിക്കും, ഒരു ദിവസം നിത്യതയിൽ പ്രവേശിക്കുമ്പോൾ സ്വർഗത്തേക്ക് വേണം പോകാൻ. ഈ നരകത്തിലേക്ക് മക്കളെ വരരുത്. 2001-2002 കാലഘട്ടത്തിൽ റെയിൻഹാർഡ് ബോങ്കയുടെ ശുശ്രൂഷയിലൂടെ ഒരു മരിച്ച ഒരു വ്യക്തി ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായി. ആഫ്രിക്കയിൽ നടക്കുന്ന ഈ സംഭവത്തിൽ ഞാൻ ഓർക്കുന്ന ഇങ്ങനെ കഥയിൽ ഇങ്ങനെ പറയുന്നത്, റെയിൻഹാർഡ് ബോങ്കെ അദ്ദേഹം അറിയുന്നില്ല, അദ്ദേഹത്തിന്റെ മീറ്റിംഗ് 1ാം നിലയിൽ ഒരു കെട്ടിടം നടക്കുമ്പോൾ താഴെ ഒരു സ്ത്രീ തൻ്റെ മരിച്ച ഭർത്താവ്, ഒരു പാസ്റ്ററാണ് മരിച്ചത്, മരിച്ച ഭർത്താവിനെ കൊണ്ട് മീറ്റിംഗിന്റെ അടിയിൽ വന്നു. എന്താ വിശ്വസിച്ചെന്നറിയാമോ? ഈ മീറ്റിങ്ങിലൂടെ റെയിൻഹാർഡ് ബോങ്കെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് ഉയർത്തെഴുന്നേൽക്കും. പലരും പറഞ്ഞു അടക്കാം, പക്ഷെ എന്നിട്ടും ഈ സ്ത്രീ വിശ്വസിച്ചു. എബ്രായർ 11:35 പ്രകാരം സ്ത്രീകൾ വിശ്വാസത്താൽ തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഈ ഒറ്റ വാഗ്ദത്തിൽ ഈ സ്ത്രീ നിന്നു. ആമേൻ. ആ നിമിഷം തന്നെ പരിശുദ്ധാത്മാവ് മേളിൽ റെയിൻഹാർഡ് ബോങ്കയോട് പെട്ടെന്ന് പറഞ്ഞു, അവൻ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു. റെയിൻഹാർഡ് ബോങ്കെ അറിയുന്നില്ല താഴെ ഈ സ്ത്രീ ശവത്തെ കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് പരിശുദ്ധാത്മ റെയിൻഹാർഡ് ബോങ്കയോട് പറഞ്ഞു, മരിച്ചവർ ഉയർത്തെഴുന്നു. റെയിൻഹാർഡ് ബോങ്കയെ ധൈര്യത്തോടെ വിളിച്ചു പറയുമ്പോൾ താഴെ ഈ സ്ത്രീ തന്റെ ഭർത്താവ് മരിച്ച ഡെഡ് ബോഡിയും കൊണ്ട് വരുമ്പോൾ പെട്ടെന്ന് ജീവൻ വ്യാപരിക്കാനിടയായി. ഈ മരിച്ച ആൾ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. ഇയാൾ ഉയർത്തെഴുന്നേറ്റ് വന്ന് ഇയാൾ തിരിച്ച് ജീവനിലേക്ക് വന്ന് എല്ലാവരോടും കഴിഞ്ഞ 2 ദിവസങ്ങൾ ഇദ്ദേഹം എന്തായിരുന്നു ഇയാളുടെ അനുഭവം, സ്വർഗമെന്താ നരകമെന്താ, ആ യാതനാ സ്ഥലത്തെക്കുറിച്ച് മൊത്തം വിവരിച്ചു. സ്വർഗത്തിൽ നടക്കുന്ന എന്താന്ന് വിവരിച്ചു. എല്ലാം അദ്ദേഹം വളരെ വ്യക്തമായി പറയുവാനിടയിൽ, സ്വർഗം എങ്ങനെയാ നരകം എങ്ങനെയാ. എല്ലാം കഴിഞ്ഞ ഒരു വ്യക്തി ഈ മരിച്ചു ഉയർത്തെഴുന്നേറ്റ വ്യക്തിയോട് ചോദിച്ചു, എന്തുകൊണ്ട് ദൈവം നിന്നെ ഈ സ്വർഗവും നരകവും കാണിച്ച തിരികെ നീ ജീവനിലേക്ക് വരുവാനിടയെ, എന്തുകൊണ്ട് നിനക്ക് മാത്രമേ അനുഭവം ഉണ്ടായി? ഈ വ്യക്തി ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവം. ആമേൻ. കാരണം ലൂക്കോസ് 16 അതിന്റെ 25 മുതൽ വായിക്കുമ്പോൾ ധനവാന്റെ യാചന ഇങ്ങനെയായിരുന്നു, മരിച്ച ആരെങ്കിലും തിരികെ ഭൂമിയിൽ വന്ന് ഈ സ്വർഗത്തെ നരകത്തെക്കുറിച്ച് കണ്ടതിനെക്കുറിച്ച് പറയണം, അവർ വിശ്വസിക്കണം. പക്ഷെ ദൈവമക്കളെ, ആ കർത്താസം പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവ ധനവാന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എന്നെ വിട്ടത് എല്ലാവരും യേശു സത്യദൈവമെന്ന് വിശ്വസിക്കണം. ദൈവമക്കളെ, നിശ്ചയമായി ഒരു ദിവസം മരിക്കും, നമ്മൾ നിത്യതയിലേക്ക് പ്രവേശിക്കും. പക്ഷെ ആ ദിവസം നമ്മൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ പോകുന്നതെന്ന് നമ്മൾ ഇവിടെ വെച്ച് തീരുമാനിക്കണം. വർഷങ്ങൾ മുമ്പേ ബില്ലി ഗ്രഹാം എന്ന് പറയുന്ന ഒരു കർത്തദാസൻ ഒരു സ്വപ്നം കണ്ടു. ഈ സ്വപ്നത്തിൽ ബില്ലി ഗ്രഹാം കണ്ടത് ഇങ്ങനെയാണ്, ഒരുപാട് പേർ നരകത്തിൽ വീഴുന്നു. നരകത്തിന്റെ യാതനാ സ്ഥലത്തിൽ ആ കെടാത്ത തീയും ചാകാത്ത പുഴുവിന്റെ മധ്യത്തിൽ അവർ നിലവിളിക്കുന്ന സ്വപ്നം ബില്ലി ഗ്രഹാം കാണുവാനിടയായി. ദൈവം ഈ യാഥാർത്ഥ്യം ബില്ലി ഗ്രഹാമിനെ കാണിക്കുമ്പോൾ അദ്ദേഹം ശുശ്രൂഷയിലല്ല, നല്ലൊരു ജോലിയിൽ അദ്ദേഹം ആയിരിക്കുന്നു. പക്ഷെ ഈ നിമിഷം ബില്ലി ഗ്രഹാം ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, അവരാരും നരകത്തിൽ പോകരുത്, അവരാരും ഈ കെടാത്ത തീയിലും ചാകാത്ത പുഴുമ്പോ അവരെ കർത്താവ് നിർത്ത്, അവരെല്ലാം നിന്നെ അറിയട്ടെ, എല്ലാവരും നിന്നിലേക്ക് വരട്ടെ. ദൈവം ബില്ലി ഗ്രഹാമിനോട് ഇങ്ങനെയായിരുന്നു ദൈവം പറഞ്ഞത്, മോനെ, അവരാരും നരകത്തിൽ പോകലെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. പക്ഷെ അവരോട് ആരും അങ്ങോട്ട് പോകരുതെന്ന് പറയുവാൻ എനിക്കൊരു വ്യക്തി ആവശ്യമുണ്ട്. ഞാൻ ആരെ അയക്കണം? ആർ എനിക്ക് വേണ്ടി പോകും? ബില്ലി ഗ്രഹാം പറഞ്ഞു, ഞാൻ പോകാം. നമുക്കെല്ലാം അറിയാം, ബില്ലി ഗ്രഹാം ശുശ്രൂഷ ഒരുപാട് പേര് യേശുവിനെ സ്വന്തം രക്ഷിതാവായ കർത്താവ് സ്വീകരിച്ച് യേശുവിന്റെ വചനം അനുസരിച്ച് നടക്കുവാനിടയായി.
എന്നാൽ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ഓരോരുത്തരോട് ഞാൻ പറയട്ടെ, ഇന്ന് ഞാൻ എന്ന വ്യക്തി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഒറ്റ കാര്യം, ആരും ആ യാതനാ സ്ഥലത്ത് പോകരുത്. അവിടെ ഉള്ളവരുടെ എല്ലാ കാര്യം ആരും നരകത്തീയിൽ പോകാൻ ഇടയാകരുത്. എല്ലാവരും യേശുവിനെ അറിഞ്ഞ് സ്വർഗത്തിൽ യേശുവിൽ വസിക്കുവാൻ നമ്മൾ താല്പര്യപ്പെടണം. അതിനായി യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നെങ്കിൽ ഞാൻ പറയട്ടെ, ഇന്ന് ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക. നിങ്ങൾ ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല, ഞാൻ പറയട്ടെ, ജലത്തിൽ മുങ്ങി സ്നാനപ്പെടുവാൻ നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ ഇന്ന് യേശുവായിട്ടൊരു ബന്ധമില്ലെങ്കിൽ ഞാൻ പറയട്ടെ, നിശ്ചയമായി നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കുവാൻ നമ്മുടെ പ്രയർ ടീമുണ്ട്. ഈ താഴെ കാണുന്ന നമ്പർ വിളിക്കുക. ദൈവം നിങ്ങളെ വെല്ലുവിളി കൊണ്ടുവരാൻ ഇടയാട്ടെ. ഇന്നേവരെ നിങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ യേശുവിനോട് പറയുക, കർത്താവ് എൻ്റെ ഹൃദയത്തിൽ വരിക, എനിക്ക് യാതനാ സ്ഥലത്തിൽ പോകണ്ട, എനിക്ക് നിന്റെ കൂടെ നിത്യത ചെലവഴിക്കണം. ഞാൻ പറയട്ടെ, നമ്മുടെ നിത്യതയിലേക്ക് വേണ്ടി നമ്മൾ നോക്കുമ്പോൾ തന്നെ കർത്താവ് നമ്മുടെ ഇഹലോകത്തിലെ സകല കാര്യങ്ങളും ദൈവം നടത്തുവാനിടയാകും. ദൈവം നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. എന്നെ കാണുന്ന ഓരോരുത്തർക്കായി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവിനെ കാണുന്ന ഓരോരുത്തരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കരം നിൻ്റെ മക്കളുടെ കൂടെ ഇരിക്കണം. അവരേത് പ്രശ്നമാണോ, ഏത് പ്രതികൂലമാണോ, പരിശുദ്ധാത്മൻ നിൻ്റെ മക്കളുടെ കൂടെ നടത്തണം. നീ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. പരിശുദ്ധാത്മൻ്റെ കൃപ വ്യാപരിത് എൻ്റെ മക്കളുടെ ജീവിതത്തിൽ വലിയവ കർത്താവ് ചെയ്തതിനായും സ്തോത്രം. അവരുടെ ഏത് ആവശ്യത്തിലായിരുന്നു, ഏത് ബുദ്ധിമുട്ടിലായാലും, ഏത് ഞെരുക്കത്തിലായാലും, കർത്താവെ നിന്നിലേക്ക് നോക്കുമ്പോൾ നിത്യത്തിലേക്ക് വേണ്ടി അവരുടെ ധനങ്ങളെ പലതിനെയും സ്വരൂപിക്കുമ്പോൾ പരിശുദ്ധാത്മ ഇഹലോകത്തിലെ പല ആവശ്യങ്ങളും ദൈവം നടത്തുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. എന്നെ കാണുന്ന ഓരോരുത്തർക്കും ഒരു പ്രത്യേക അറിയിപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വരുന്ന ജൂൺ മാസം 3-ാം തീയതി രാവിലെ 10:30 തൊട്ട് 1 മണി വരെ പട്ടം സ്പെൻസേഴ്സ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ 6-ാം നിലയിൽ എഡ് ഹൈറ്റ്സിൽ വെച്ച് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക പ്രയർ മീറ്റിംഗ് ഒരുക്കിയിരിക്കുന്നു. ഈ യോഗത്തിൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് യോഗം ക്രമീകരിച്ച്. നിങ്ങൾക്കൊരു വിഷയമുണ്ട്, നിങ്ങൾക്ക് ഏത് അസുഖം, ഏത് വ്യാധി, ഏത് പ്രയാസമായിക്കോട്ടെ, നമ്മൾ ഒരുമിച്ച് നമ്മൾ നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കും. ദയവായി കടന്നു വന്നാട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നെങ്കിൽ ജൂൺ മാസം 3-ാം തീയതി അല്ല 10 തൊട്ട് 1 മണി വരെ സമയത്ത് പട്ടത്ത് വെച്ച് ഞാൻ നിങ്ങളെ കാണുവാൻ, സംസാരിക്കുവാൻ, നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കും.